ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജസ്മി, എൻ്റെ ഹസ്ബൻഡ് ദിനൂപ്. ഞാൻ ഉടമ്പടി എടുത്തത് 13/10/2022 ഞങ്ങൾ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് തൊണ്ടത്തുങ്കട് വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ, മെയിലാണ് ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കിയിരുന്നു. അപ്പോൾ അതിലൊരു നിയോഗമായി വെച്ചത് ഫാമിലിയുമായിട്ട് ഒന്നിച്ച് താമസിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ നഴ്സായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലും മക്കൾ ഇവിടെയുമാണ്. അപ്പോൾ ഞങ്ങളൊരു നിയോഗം അങ്ങനെ വെച്ചു. പക്ഷെ അത് ഏത് വഴിയോടെ കൂടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ നിയോഗം വെച്ചിട്ട് പോയി. അങ്ങനെ ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞ് പോയപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിള്ളേരെ വിട്ടു പോകുന്നതിനുള്ള സങ്കടം ഭയങ്കരമായിരുന്നു. എല്ലാ പ്രാവശ്യം ഉണ്ടെങ്കിലും അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ മാറും. ഇപ്രാവശ്യമാണെങ്കിൽ അത് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ സങ്കടം കണ്ട് എൻ്റെ അനുജത്തി അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ എന്നോട് ചോദിച്ചു എന്താണ് കാരണം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങളുടെ അവിടെ, അവൾ ഫാമിലിയുമായിട്ടാണ് താമസിക്കുന്നത്, അപ്പം അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ ഡയറക്റ്റായിട്ടൊന്നും പറ്റില്ല, ഞാൻ വന്ന ഏജൻസിയിലൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ നിലവിൽ വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ളൊരു റിപ്ലൈ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അവളുടെ നഴ്സിംഗ് ഹോമിൽ അവളുടെ HR വരികയും അവൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ എൻ്റെ കാര്യമാണ് ഫസ്റ്റ് അവൾ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് മെയിൽ ഐ ഡി തരാം, ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബയോഡേറ്റ സെൻഡ് ചെയ്തു. ഒരു റിപ്ലൈയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ 1 മാസം അങ്ങനെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള മറുപടി ആയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ബയോഡേറ്റ ഒന്ന് സെൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾക്കറിയാം ഹസ്ബൻഡ് നേഴ്സിംഗ് എയ്ഡ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിലവിടെ അക്സെപ്റ്റബിൾ അല്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ചിരുന്നു, ഏജൻസിയിൽ അതൊരു അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞത് കാരണം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്ത് ഒരു 2 ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതകരമായി. കാരണം ഞാനൊരു ഇൻ്റർവ്യൂ 1 മാസമായിട്ട് ഞാൻ ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കും ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതാ. അങ്ങനെ എൻ്റെ ഒരു ശല്യം സഹിക്കാതെയാണെന്ന് തോന്നുന്നു മാതാവ് 2 ദിവസത്തിനുള്ളിൽ എനിക്കും ഒരു ഇൻ്റർവ്യൂ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഒരു 1 hour എടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു 2 പേർക്കും. ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ അവർ പറഞ്ഞു 2 പേരും പാസ്സായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാതാവ് ഓടി നടന്ന എല്ലാ കാര്യം ചെയ്ത പോലെയാണ്. ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ, പിറ്റേ ദിവസം കോൺട്രാക്റ്റ്, പിന്നെ ഞങ്ങൾക്ക് ഒരു 8-10 ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അത് റെഡിയായി. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ അതും 2 മാസം, എല്ലാത്തിനും ഞങ്ങൾക്കൊരു 2 മാസം അതിൽ പിടിച്ചുള്ളൂ. വർക്ക് പെർമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളോട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ഡയറക്റ്റ് ആയത് കാരണം ആ ഒരു സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാനുള്ള ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒത്തിരി തവണ ഞങ്ങൾ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇത് യേശുവിന് വേണ്ടായിരിക്കും, യേശു വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങളത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ ബൈബിളിൽ കൂടെയാണ് എപ്പോഴും ഞാൻ യേശുവിനോട് സംസാരിക്കാറ്. എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ യേശു ബൈബിളിൽ കൂടെ തന്നെ പറഞ്ഞു തരാറ്. അന്ന് എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ ഏഷ്യ 22:22 ആയിരുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും, ഞാൻ അടച്ചാൽ ആരും തുറക്കുകയോ ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ ഇല്ല എന്നുള്ളത്. അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറയുന്ന ഈ വചനം തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മുന്നോട്ട് പോകുന്നതാണ് യേശു പറയുന്നത്, അതെല്ലാം ശരിയാവും എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ബൈബിൾ എടുക്കുമ്പോൾ 3 എന്നുള്ള ഒരു സംഖ്യ എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് 13, പിന്നെ ഈ വർക്ക് പെർമിറ്റിൻ്റെ അത് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് 3 എന്നുള്ളതായിരുന്നു. പക്ഷേ 3 എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഞങ്ങൾക്ക്, എനിക്കറിയില്ല, മാതാവ് ആരോ ശരിയാക്കി അയർലൻഡിൽ എൻ്റെ അനിയത്തിയുടെ തന്നെ ഒരു ഫ്രണ്ടിനെ റെഡിയാക്കി ഞങ്ങൾക്കത് വർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റി. അതൊരു 3-ാം തീയതി 12 മണിക്ക് ഒരു 11:55 രാത്രി 11:55 ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്ന്. ഇവിടെ നവംബർ ലാസ്റ്റിലായിരുന്നു, 2025 നവംബർ ലാസ്റ്റിലാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സ്ലോട്ടൊന്നും അവൈലബിൾ അല്ല, ഡിസംബർ 15 ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കറിയില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് മാതാവ് തന്നെ വേഗം 2 ദിവസത്തിൽ നവംബർ 26 ഞങ്ങൾക്ക് വിസയ്ക്കുള്ള ഡേറ്റ് കിട്ടി. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോഴും
ഞങ്ങളോട് പറഞ്ഞത് ഡിസംബറിൽ ലീവാണ്, പിന്നെ കുറേ ലീവ് വരുന്നുണ്ട്, അപ്പോൾ ഒത്തിരിയേറെ താമസിക്കും, ജാനുവരി ന്യൂ ഇയർ ആണ്, അതും താമസിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ജാനുവരി 23, അതും എനിക്ക് 23-ാം തീയതിയാണ് എനിക്ക് എൻ്റെ വിസ കൈ കിട്ടിയത്. ഹസ്ബൻഡിന് 3-ാം തീയതിയാണ്, ഫെബ്രുവരി 3-ാം തീയതിയാണ് വിസ കൈ കിട്ടിയത്. ഒക്കെ എനിക്ക് 3 എന്ന് പറഞ്ഞൊരു സംഖ്യയിലായിരുന്നു. മാതാവ് ശരിക്കും ഇതിൽ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വിസയും പാസ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്, മാതാവിനെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റ് ഈ 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ 20-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും 1000 നന്ദി, കൊടാനുകൂടി നന്ദി. ഒത്തിരിയേറെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയൊരു കാര്യമായി, ഇതെനിക്കൊരു ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായതോടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താതെ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, എനിക്ക് അബുദാബിയിൽ വെച്ച് ഞാൻ പത്രം കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോടും പിന്നെ പള്ളികളിലും ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അല്ലാതെ കാരുണ്യപ്രവൃത്തി എനിക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാറില്ല. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാലയുണ്ട്, അഖണ്ഡ ജപമാല കൂടുകയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അങ്ങനെ ആത്മീയപരമായി ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ശ്രദ്ധ ചെലുത്തി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം വീടുകൾ തോറുമാണ് കയറി ഇറങ്ങിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ അവിടെ ഒരു മരിയൻ ചാരിറ്റബിൾ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും പോയി പറ്റുന്നത് ഇതിലൊക്കെ ഞാൻ പോകുമായിരുന്നു. പോയി അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശു തിരുക്കുമാരനും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു.